Death of a Salesman, Act 1. Death of a Salesman is written by Arthur Miller. അമേരിക്കയിലെ ഡിപ്രഷൻ്റെ സമയത്ത് അമേരിക്കൻസ് ഫേസ് ചെയ്ത ഏറ്റവും വലിയ വിഷമം, ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, പ്രതീക്ഷകൾ നശിച്ചു പോവുക, അമേരിക്കൻ ഡ്രീം, ഫെയിലിയർ ഓഫ് അമേരിക്കൻ ഡ്രീമാണ് ഈ ഒരു പ്ലേയുടെ തീം എന്ന് പറയുന്നത്. And you know, this slide will tell you about the setting of the play. ഈ പ്ലേയിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ്, പ്രസൻറ്റ്, അതുപോലെ ഹാർഷ് റിയാലിറ്റി, ഡ്രീം, ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് വില്ലി ലോമാൻ. വില്ലി ലോമാൻ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ പ്ലേ. അദ്ദേഹത്തിന് പണ്ട് നടന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്. പുതിയത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്ത് എന്നുള്ള അല്ലെങ്കിൽ പ്രസൻറ്റിനെ പറ്റിയിട്ട് ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ വെരി ഹാപ്പി. ആ ഒരു മൂഡൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള സെറ്റിംഗ് ആണ് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. യു നോ, ഇറ്റ് ഈസ് എ ഡ്രീം ലൈക്ക് അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദി റിയാലിറ്റി. അറ്റ്മോസ്ഫിയർ കണ്ടാൽ രണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ വീട് വളരെ ചെറുതാണ്, ഇടുങ്ങിയ വീടാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ചുറ്റുവട്ടവും ലൂമിങ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ്, ഉയരത്തിൽ വളരുന്ന ബിൽഡിങ്സ് ആണ്. അതേപോലെ യു ക്യാൻ ഫൈൻഡ് ബ്ലൂ സ്കൈ അറ്റ് ദ സെയിം ടൈം ഓറഞ്ച് ഗ്ലോ. ഓറഞ്ച് ലൈറ്റും ഉണ്ട്, ബ്ലൂ സ്കൈ റെപ്രസെൻറ്റ് സെറിനിറ്റി, കാംനെസ് ആണ്, ശാന്തത. ബട്ട് ഓറഞ്ച് ഗ്ലോ റെപ്രസെൻറ്റ്സ് ആങ്കർ. ഈ ഒരു തീം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺഫൈൻമെൻറ്റ്. അദ്ദേഹം പറയുന്നുണ്ട് അടച്ച ബോക്സിനുള്ളിൽ ഇരിക്കുന്ന പോലെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അടച്ചൊരു ഫീലാണ് അദ്ദേഹത്തിന് മാനസികമായിട്ടും. ആൻഡ് ഇറ്റ് ഷോസ് ദ പ്രൊട്ടാഗണിസ്റ്റ് മീൻസ് കേന്ദ്ര കഥാപാത്രം, അവരുടെ ഇന്നർ സ്ട്രഗിളിൽ ഉള്ളിൽ നടക്കുന്ന ആ ഒരു പാസ്റ്റും പ്രസൻറ്റും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും ഒക്കെയാണ് ഇതിൽ പ്രകടമാകുന്നത്. സ്റ്റേജിൽ യു ക്യാൻ സീ റിയലിസ്റ്റിക് കിച്ചൺ. അതാ പറഞ്ഞ റിയാലിറ്റിയുടെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് കിച്ചൺ, ബെഡ്റൂം ഒക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഫൈൻഡ് ഡ്രീം ലൈക്ക് എലിമെൻറ്റ്സ്. അതിൽ പാർഷ്യൽ ട്രാൻസ്പാരൻസി, കുറച്ച് കാണാൻ പറ്റുന്ന, അപ്പുറം കാണാൻ പറ്റുന്ന തരത്തിലാണ് കുറച്ച് സെറ്റിങ്സ്. ലെയേർഡ് ആയിട്ടാണ്. എന്താണ് ഈ ലെയർ കാണിക്കുന്നത്? ബ്രോക്കൺ ബൗണ്ടറീസ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആണ്. ഇദ്ദേഹത്തിന് ഭൂതകാലത്തിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഹി ഗോസ് ബാക്ക് ടു ദി പാസ്റ്റ്, മെമ്മറിയിൽ അദ്ദേഹം പിന്നിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ് എന്നുള്ളതിൻ്റെ ഇടയിലുള്ള ആ ഒരു മുറിഞ്ഞ അതിരുകളാണ് ഈ പറയുന്ന ലെയേർഡ് ലെവൽ സ്റ്റേജിൽ കാണുന്ന ആ സെറ്റിങ്സ് സിംബലൈസ് ചെയ്യുന്നത്. ഒപ്പം ഇറ്റ് ഈസ് സിംബൽ ഓഫ് കൊല്ലാപ്സ് ഓഫ് അമേരിക്കൻ ഡ്രീം. ഒപ്പം ഏർബൺ പ്രഷർ, ചുറ്റുഭാഗവും വളർന്നു വരുന്ന ആ ഒരു പോപ്പുലേഷൻ കൂടുക, അതേപോലെ ഏർബണിറ്റി, ഇതിൻ്റെയൊക്കെ പ്രഷറാണ് പാവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ദ ലൈൻ ബിറ്റ്വീൻ മെമ്മറീസ്, ഡ്രീംസ് ആൻഡ് റിയാലിറ്റി, വാസ്തവം, റിയൽ ആയിട്ടുള്ള കാര്യവും അതുപോലെ സ്വപ്നവും മെമ്മറീസിൻ്റെയും ഇടയിലുള്ള ഒരു വര കൂടെയാണ് ഇത് ഈ പറയുന്ന ബ്രോക്കൺ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഈ സെറ്റിങ്സ് പറഞ്ഞു. ഇനി വില്ലി ലോമാൻ ഇസ് എ സെൻട്രൽ ക്യാരക്ടർ ആൻഡ് ഹിസ് വൈഫ് ലിൻഡ. അതിൽ വില്ലി ലോമാൻ്റെ എൻട്രിയാണ് ആദ്യം കാണിക്കുന്നത്. ഹീസ് എ 60-year പാസ്റ്റ് സെയിൽസ്മാൻ. 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 2 വലിയ കേസസ്. ഹീസ് എ സെയിൽസ്മാൻ. അപ്പോൾ സെയിൽസ്മാൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് ഊഹിക്കാമല്ലോ. വലിയ 2 ബാഗ് പിടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ഫ്ലൂട്ട് മ്യൂസിക് പിന്നിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് പാസ്റ്റ്. ഓക്കെ, പക്ഷേ വില്ലി ഈസ് നോട്ട് അവെയർ. അദ്ദേഹം ഹീസ് എക്സോസ്റ്റഡ്, ആകെ തളർന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഈസ് വെരി സിമ്പിൾ. ഹി സിംപ്ലി ഡ്രസ്ഡ് ആൻഡ് ഹി ക്രോസസ് ദ സ്റ്റേജ്. ഹീസ് ഫറ്റീഗ് ഈസ് ക്ലിയർ. അദ്ദേഹം അത്രയും ടയേർഡാണ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ കേസ് ഇങ്ങനെ ഉരുതി നിലത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി സൈസ് ഓഡിബിളി. അദ്ദേഹം ഉറക്കെ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഓ ബോയ്. അദ്ദേഹം അത്രയും ടയേർഡാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ലിൻഡ, ഹിസ് വൈഫ്, ഇദ്ദേഹത്തിനെ പോലെയല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നല്ലപോലെ അറിയുന്ന ആളാണ് ലിൻഡ. പക്ഷേ ഒരിക്കലും ഷീ ഈസ് നോട്ട് സോ ഡിപ്രസ്ഡ്. ഷീ ഈസ് ഇൻ ദ ബെഡ്, ഷീ ഗെറ്റ്സ് അപ്പ്, അവൾ ഡ്രസ്സ് ചെയ്ത് അവൾ വില്ലിയെ ലിസൺ ചെയ്യാണ്. ഷീ ഈസ് വെരി ചിയർഫുൾ. അവർ വളരെ ഹാപ്പി ആയിട്ടാണ്. അവൾ സന്തോഷത്തിലുള്ള ലൈഫ് ആയതുകൊണ്ടല്ല, പക്ഷേ ഷീ റിപ്രസസ് ഹെർ ഫ്രസ്ട്രേഷൻ വിത്ത് വില്ലിയുടെ ഈ ഒരു സ്വഭാവത്തിൽ അവളുടെ ഫ്രസ്ട്രേഷൻ എന്ത് ചെയ്യാണ്,
അവൾ കൺട്രോൾ ചെയ്യുകയാണ്. അവൾ വില്ലിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. വില്ലിയുടെ ഈ പറയുന്ന ടെമ്പർ, പെട്ടെന്ന് ദേഷ്യം വരിക, ഈ ഡ്രീം വേൾഡിൽ ജീവിക്കുക, അതുപോലെ ചെറിയ ചെറിയ ക്രൂരതകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഷീ ലവ്സ് ഹിം. അപ്പോൾ ഒപ്പം ലിൻഡ വളരെയധികം ഇവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം വില്ലീനെ. ഓക്കെ, വില്ലി ഡീപ്പ് ലോങ്ങിങ് പറയുന്നുണ്ട്. അതായത് വില്ലിക്ക് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ പിറകിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതും ലിൻഡയ്ക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ സീനിൽ നമ്മൾ കാണുന്നത്. ലിൻഡ പറയുന്നുണ്ട്, വില്ലി കുറച്ച് മുന്നാണ് വീട്ടിൽ നിന്നും പോയത്, ഓക്കെ, പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്, വഴിയിൽ വല്ല ആക്സിഡൻറ്റ് ഉണ്ടായോ എന്നാണ് ഇവൾ ചോദിക്കുന്നത്. പക്ഷേ വില്ലി വളരെയധികം ടയേർഡാണെങ്കിൽ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. ഒപ്പം അദ്ദേഹം പറയുകയും ചെയ്യും, യോങ്കേഴ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ടൗൺ, ആ ടൗണിൽ നിന്ന് അപ്പുറത്തേക്ക് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അതായത് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും ഹി സ്റ്റോപ്ഡ് ബിക്കോസ് ഹി ഫെൽ ടു ടയേർഡ്, വയ്യാതെ തോന്നി എന്ന് പറയുകയാണ്. ഒപ്പം വില്ലി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഫോക്കസ് കിട്ടുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. സമയവും സ്പീഡും തമ്മിലുള്ള ഒരു രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്നില്ല എന്ന് പറയുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതായത് പാസ്റ്റിനെ വിട്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ, ആ സ്പീഡ് ഒത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പക്ഷേ ലിൻഡ ഇതൊക്കെ അറിഞ്ഞെങ്കിലും അവൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെയോ അല്ലെങ്കിൽ താങ്കളുടെ ഗ്ലാസിൻ്റെയോ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലിൻഡ. പക്ഷേ വില്ലി പറയും, അല്ല, ഈ ഇഷ്യൂയൊക്കെ എൻ്റെ തന്നെയാണ്, എനിക്ക് തന്നെ ഒരു നഷ്ടബോധവും അതേപോലെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവിൻ്റെയും കാരണമാണ് എന്ന് വില്ലി മനസ്സിലാക്കുകയും ലിൻഡയുമായി ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. ലിൻഡയ്ക്ക് അറിയാം ഇദ്ദേഹത്തിന് ഫിസിക്കൽ എക്സോഷൻ അല്ല, അതായത് ശാരീരികമായിട്ടല്ല അദ്ദേഹം ക്ഷീണിതനായിട്ടുള്ളത്, പക്ഷേ മാനസികമായിട്ടാണ് അദ്ദേഹം തളർന്നിരിക്കുന്നത് എന്നും. എന്നിട്ട് പോലും ലിൻഡ പറയുകയാണ് റെസ്റ്റ് എടുക്കാൻ, ടേക്ക് റെസ്റ്റ് എന്ന് പറയുകയാണ്. പക്ഷേ വില്ലി പറയും, ശരിയാവില്ല, നാളെ രാവിലേക്ക് ഞാൻ ശരിയാവും എന്ന് പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതേ സമയം അദ്ദേഹം ഇട്ടിട്ടുള്ള ഷൂസ് ഫിറ്റിംഗ് അല്ല, കംഫർട്ടബിൾ അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മനസ്സിനാണ് ബുദ്ധിമുട്ട്, അല്ലാതെ മനപ്രയാസമാണ്, അല്ലാതെ ശരീരത്തിനല്ല എന്നുള്ളതാണ്. ഒപ്പം ഇയാൾ പറയും, പെട്ടെന്ന് ലിൻഡയോട് പോയ ഒരു യാത്ര അദ്ദേഹം പോയി മടങ്ങി വന്നാണല്ലോ, ആ യാത്രയുടെ ഇടയിൽ സീനറി അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് സാധാരണ സംഭവിക്കാറില്ലാത്തതാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം റോഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പോവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഈ പറയുന്ന ഭംഗി, ചുറ്റുപാടുമുള്ള ആ ഒരു സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നതൊക്കെയും തന്നെ പാസ്റ്റാണ്. അതായത് ആ ഒരു നല്ല കാലത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്, പക്ഷെ അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹം പറയും, മൈൻഡ് വാണ്ടറിങ്, മനസ്സ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, സ്ട്രേഞ്ച് തോട്ട്സ്, പലതരം ചിന്തകളും മനസ്സിൽ വരുന്നുണ്ട്, എൻ്റെ മാനസികാവസ്ഥ അത്ര ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ആൻഡ് ഹിസ് അഡ്മിഷൻ ഷോസ് ഹൗ ഡിസ്കണക്റ്റഡ് ഹി ഈസ് ബിക്കമിങ് ഫ്രം റിയാലിറ്റി. അദ്ദേഹത്തിന് റിയൽ ലൈഫുമായിട്ട് എത്രത്തോളം കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ സംഭാഷണം എന്ന് പറയുന്നത് വില്ലിയുടെ ഇപ്പോഴത്തെ ജോലി, ഇറ്റ് ഈസ് നോട്ട് ഇനഫ്. ആ ഒരു ജോലി വെച്ചിട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ദി എക്സ്പെൻസ്. ഓക്കെ, അദ്ദേഹത്തിന് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ജോലി കൊണ്ട് അദ്ദേഹത്തിന് ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ലിൻഡയുടെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലി ഈസ് ഏജ്ഡ്, ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് പറ്റിയതല്ല. അപ്പോൾ ഷീ സജസ്റ്റ് ഹിം, അദ്ദേഹത്തിനോട് പറയുകയാണ്, ന്യൂയോർക്കിലോ മറ്റോ ഒരു പ്രൊമോഷനോട് കൂടെ തരാൻ പറ്റുമോ, ഒരു പൊസിഷൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കുമോ എന്ന് പറയുകയാണ് ലിൻഡ. ഓക്കെ, പക്ഷേ വില്ലി പറയുകയാണ്, ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഔട്ട് ഓഫ് ദ പ്ലേസ്. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ഈസ് വൈറ്റൽ, ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ നാട്ടിൽ ഇദ്ദേഹം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പുതിയൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം ഇനി ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് റെഡി ഫോർ എ ചേഞ്ച്. ഒരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വില്ലിക്കുള്ള മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ഹിസ് ജോബ്. അദ്ദേഹത്തിന് മുന്നുണ്ടായിരുന്ന ഓണർ
ഓൾഡ് മാൻ വാഗ്നർ. അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, സ്റ്റിൽ അലൈവ്, അദ്ദേഹം ജീവനോട് ഇരുന്നിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ പ്രൊമോട്ടഡ് ടു എ പൊസിഷൻ ഇൻ ന്യൂയോർക്ക്. ലിൻഡ പറഞ്ഞതുപോലെ എനിക്ക് ന്യൂയോർക്കിലേക്ക് ഒരു പൊസിഷൻ ആര് തന്നേനെ? മുൻ ബോസ് തന്നേനെ. ഹി ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ന്യൂ ബോസ്. ആരാണ് പുതിയ ബോസ്? ഹൊവാർഡ്. കണ്ടോ, ഹി കോൺട്രാസ്റ്റ് ഹിസ് ഓൾഡ് ബോസ്. പഴയ ബോസിനെയും പുതിയ ബോസിനെയും തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്യാണ്. എന്നിട്ട് പറയാണ് പുതിയ ആൾ അത്രയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഇദ്ദേഹത്തെ എന്ന് പറയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹി സ്റ്റിൽ ലിവ്സ് ഇൻ ദ പാസ്റ്റ് എന്നാണ്. പക്ഷേ ലിൻഡ എൻകറേജസ് ഹിം ടു സ്പീക്ക് ടു ഹൊവാർഡ്. ഹൊവാർഡിനോട് സംസാരിച്ചൂടെ എന്ന് പറയാണ്, നമ്മുടെ അവസ്ഥയെ പറ്റി സംസാരിച്ചൂടെ, എന്നിട്ട് നല്ലൊരു പൊസിഷൻ തന്നൂടെ. ആൻഡ് വില്ലി ഫീൽസ് എൻകറേജ്ഡ്. വില്ലി ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ് ലിൻഡ പറയുന്നതനുസരിച്ചിട്ട്. വില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വെറും ഒരു ജോലി മാത്രം ആലോചിക്കുന്ന ആളല്ല. ഓക്കെ, ഹി ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു ഹിസ് ഫാമിലി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹി ടോക്സ് അബൌട്ട് ഹിസ് സൺസ് ബിഫ് ആൻഡ് ഹാപ്പി. Willie and Linda have two sons, Biff and Happy. They are not very small, they are grown up. അപ്പോൾ ലിൻഡ പറയുകയാണ് ബോത്ത് ആർ അറ്റ് ഹോം, രണ്ടുപേരും വീട്ടിലുണ്ട്. അവർ ദേ ആർ ഔട്ട് ഓൺ എ ഡേറ്റ്, അവർ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഒരു എന്ന് വെച്ചാൽ അവർ നല്ല സ്നേഹത്തിലാണ് എന്ന് പറയുന്ന ബ്രദേഴ്സ് തമ്മിൽ. സോ ഹി ഫീൽസ് സോ ഹാപ്പി. വില്ലി ഫീൽസ് കണക്റ്റഡ് ടു ഹിസ് ഫാമിലി. ഇതിൻ്റെ ഒപ്പം they have the nostalgia. രണ്ടുപേരും ഒരുമിച്ച് പഴയ കാലത്തിലെ ഓർമ്മകളായി വർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ലിൻഡ പറയുന്നുണ്ട്, ബിഫും ഹാപ്പിയും അവർ ഒരുമിച്ച് ഷേവ് ചെയ്യായിരുന്നു, ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നി. മക്കൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് പാരൻസിനെന്നും സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ആൻഡ് വില്ലി എക്സ്പ്രസസ് എ സെൻസ് ഓഫ് ഡിസല്യൂഷൻമെന്റ്. ഇതൊക്കെ ലിൻഡ പറയുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇദ്ദേഹം മനസ്സ് കൈവിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് എന്താ വിഷമം വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിസ് ഹോൾ ലൈഫ്. ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്തിട്ടും വീടിൻ്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നില്ല. സെൻസ് ഓഫ് എംപ്റ്റിനെസ്. എംപ്റ്റിനെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൂന്യതയാണ് ഇപ്പോഴും മനസ്സിൽ എന്ന് അദ്ദേഹം പരാതി പറയുകയാണ്. Linda, Willie, though they shared some happy moments about their children, Willie is upset. കാരണം ബിഫ് ഹാസ് നോട്ട് അച്ചീവ് ദ സക്സസ് ഹി ഹോപ്ഡ് ഫോർ. ബിഫ് എവിടെ എത്തണം എന്ന് വില്ലി ആഗ്രഹിച്ചു, അവിടെ എത്തിയിട്ടില്ല. ഓക്കെ, എന്നിട്ട് വില്ലി ഓർക്കുകയാണ് അന്ന് രാവിലെ ഇവർ തമ്മിൽ, ബിഫും വില്ലിയും തമ്മിൽ ചെറിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി, ചെറിയൊരു വാക്കുവാദം ഉണ്ടായി. എന്തിനെ പറ്റിയിട്ട്? വാസ് ബിഫ് മേക്കിംഗ് മണി? ബിഫ് പൈസ ഉള്ളത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ലിൻഡ വില്ലീനെ അഡ്വൈസ് ചെയ്യണം, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യണ്ട കുട്ടികളെ, കാരണം അവർ ജസ്റ്റ് വന്നിട്ടല്ലേ ഉള്ളൂ, അവരൊന്ന് റിലാക്സ് ചെയ്യട്ടെ, കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ വില്ലി പറയുന്നത് അത് ക്രിറ്റിസിസം അല്ല, അവരെ ഞാൻ വിമർശിക്കുകയല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് എന്ന് വില്ലി അതിനെ കറക്റ്റ് ചെയ്യുകയാണ്. 34 വയസ്സാണ്. ബിഫ് ഈസ് 34 years. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഡിറക്ഷൻ ഇല്ല എന്നാണ് ബിഫ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദ മൂവി വാഴ. അതിലെങ്ങനെയാണ് വൺസ് യു കംപ്ലീറ്റ് യുവർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സമൂഹം നമ്മളെ കാണുന്നത്, ജോലിയായില്ലേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണ്. Okay, അപ്പോൾ here Willie is disappointed because Biff has not been able to find himself. ബിഫിന് അവൻ എവിടെയാണ് അല്ലെങ്കിൽ അവനെ തന്നെ ഡിസ്കവർ ചെയ്യാൻ അവന് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ബിഫ് വാസ് വർക്കിംഗ് ഓൺ എ ഫാം. ഒരു ഫാമിലാണ് ബിഫ് വർക്ക് ചെയ്യുന്നത്. അതിൽ വില്ലി ഈസ് നോട്ട് ഗ്ലാഡ് ബിക്കോസ് വില്ലി പറയുന്നത് അവിടെ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ്. വില്ലിക്ക് ഒരേ സമയം ഹി ഫീൽസ് എ മിക്സ്ഡ് കൈൻഡ് ഓഫ് ഫീലിംഗ്, ആങ്കർ ആൻഡ് അഡ്മിറേഷൻ ഫോർ ബിഫ്. ബിഫിനെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹീസ് എ ലേസി ആൻഡ് എ ബം, ഒരു ഉപകാരമില്ലാത്ത മടി പിടിച്ച ഒരു ആളാണ് എന്ന് പറയുകയാണ്. ഇമ്മീഡിയറ്റ്ലി വില്ലി ഫീൽസ് സോ പ്രൗഡ് ഫോർ ഹിം. എങ്ങനെ? ഹീസ് എ ഹാർഡ് വർക്കർ, അവൻ ശ്രമിച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അയാൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആർക്ക്? വില്ലിക്ക്. ഒപ്പം ആർക്കും പറ്റുന്നില്ല? മക്കൾക്കും, എസ്പെഷ്യലി ബിഫിന്. ലിൻഡ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിയുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഷീ ട്രൈസ് ടു ഡൈവേർട്ട് ദ ടോപ്പിക്, ആ ഒരു വിഷയം മാറ്റി പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവൾ സംസാരിക്കുന്നത് ചീസിനെ പറ്റിയിട്ടാണ്. യു നോ ചീസ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഹാസ് ബോട്ട് അമേരിക്കൻ ചീസ്. അമേരിക്കൻ ചീസ് സീംസ് ലെസ് കോസ്റ്റ്ലി. ഓക്കെ, അവൾ അമേരിക്കൻ ചീസാണ് വാങ്ങിയത്, പക്ഷേ വില്ലിക്ക് ഇഷ്ടം സ്വിസ് ചീസാണ്. സോ ഷീ ട്രൈസ് ടു ഡൈവേർട്ട്, ഇവനോട് വിഷയം മാറ്റി സംസാരിക്കുകയാണ്. പക്ഷേ വില്ലി ഇസ് നോട്ട് ഗ്ലാഡ് ദാറ്റ് ലിൻഡ ബോട്ട് അമേരിക്കൻ ചീസ്. വില്ലി ചോദിക്കുകയാണ്, എനിക്കിഷ്ടം സ്വിസ് ചീസ് അല്ലേ, നീ എന്തിനു മറ്റേത് വാങ്ങി?
this is again and again reminding us of how Willie is stuck to his past. ആ ഭൂതകാലത്ത് നിന്ന് വിട്ടുപോരാൻ വില്ലി തയ്യാറല്ല, ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലി തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വില്ലി കംപ്ലെയിൻസ് അബൌട്ട് ബോക്സ്ഡ് ഇൻ. വില്ലി പറയുന്നുണ്ട്, അതായത് ഇദ്ദേഹം കേസുമായിട്ടല്ലേ വരുന്നത്. ഓക്കെ, ആ സാധനങ്ങൾ പെട്ടിക്കകത്താണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് തോന്നുന്നു ഞാനും ഒരു പെട്ടിക്കുള്ളിൽ പെട്ട പോലെയാണ്. അതാണ് ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ മീൻസ് ഫിയർ. ക്ലോസ്ട്രോ, അടഞ്ഞ സ്ഥലങ്ങളോടുള്ള പേടി. ഇയാൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇൻ ദ ബിഗിനിങ് നമ്മൾ സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, their house is very small and is surrounded by looming apartments പറഞ്ഞു അല്ലെ. ഉയർന്നു വരുന്ന പുതിയ പുതിയ കെട്ടിടങ്ങളാൽ മൂടപ്പെട്ടതാണ് ഇവരുടെ ചെറിയ വീട്. അപ്പോൾ അതുകൂടെ ആവുമ്പോൾ എന്താ, ഇവരുടെ വീടും ഒരു പെട്ടിയിൽ അകപ്പെട്ട പോലെയാണ്. എന്നിട്ട് അദ്ദേഹം ഹി തിങ്സ് ഓഫ് ദ പാസ്റ്റ്. പണ്ട് നമ്മുടെ നെയ്ബർഹുഡ് എത്ര സ്പേഷ്യസ് ആയിരുന്നു, ഇറ്റ് വാസ് ഫുൾ ഓഫ് ഗ്രീൻ ആൻഡ് ഫ്രഷ് എയർ. ഇപ്പോഴോ ബിക്കോസ് ഓഫ് മോഡേണിറ്റി ആൻഡ് urbanization ഇറ്റ് ഈസ് giving him suffocation as though his life is trapped എന്നാണ് പറയുന്നത്. ആണ്, ശരീരമല്ല ഇയാളുടെ ട്രാപ്ഡ്, പക്ഷെ ഇയാളുടെ മനസ്സാണ്, മൈൻഡ് സെറ്റ് ആണ്. ഇപ്പോഴും അദ്ദേഹം ഡ്രീമിലാണ്. അതുപോലെ പ്രതീക്ഷകൾ ഒരിക്കലും അൺമെറ്റ്, അതായത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത പ്രതീക്ഷകളിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഒപ്പം വില്ലി പറയുന്നുണ്ട്, പണ്ട് അവിടെ 2 എൽം ട്രീസ് ഉണ്ടായിരുന്നു. അതില് ബിഫ് ആൻഡ് വില്ലി ഒരു സ്വിങ് മീൻസ് ഊഞ്ഞാല കെട്ടി ആടിയതൊക്കെ ഇയാൾ ഓർക്കുകയാണ്. പണ്ടത്തെ പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫുൾ ഓഫ് ഫ്രീഡം ആൻഡ് സിംപ്ലിസിറ്റി. പക്ഷെ ഇപ്പൊ എന്തായി, മോഡേണിറ്റി ആൻഡ് urbanization അതൊക്കെ എടുത്തു കളഞ്ഞു എന്ന് ഇയാള് വേവലാതിപ്പെടുകയാണ്. He also thinks about lilacs, wisteria, peonies and daffodils. ഫ്ലവേഴ്സിനെ പറ്റി സംസാരിക്കുകയാണ്. അത് എന്താ കാണിക്കുന്നത്? ഹിസ് ഡീപ് കണക്ഷൻ ടു ദ പാസ്റ്റ്. പക്ഷേ അത് എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്? പ്രസന്റ്. ഹിസ് ഡിസപ്പോയിൻമെന്റ് വിത്ത് ദ പ്രസന്റ്. ഇപ്പൊ എല്ലാം ആർട്ടിഫിഷ്യൽ ആണ്, എല്ലാം ഡീക്കേഡ് ആണ്, ഒക്കെ നശിച്ചു കഴിഞ്ഞു, ഒക്കെ മനുഷ്യനിർമ്മിതമാണ്, പ്രകൃതി നശിച്ചു. He blames the overpopulation and the construction of apartment buildings for the downfall of the neighborhood and even the country. ആ ഒരു മനുഷ്യന്മാരുടെ പോപ്പുലേഷൻ കൂടിയത്, അതേപോലെ അപ്പാർട്ട്മെന്റുകൾ ഉയർന്നത്, ഇതൊക്കെ എന്തിനു കാരണമായി? ഇവരുടെ ജീവിത സാഹചര്യത്തെ തന്നെ ബാധിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവരുടെ കോൺവെർസേഷൻ കേട്ടുകൊണ്ടാണ് ആര് വരുന്നത്? ബിഫ് ആൻഡ് ഹാപ്പി, വില്ലീസ് സൺ. വില്ലിക്ക് ഒരേ സമയം വിഷമം തോന്നുന്നു. ഹി ഫീൽസ് ഗിൽറ്റി, കുറ്റബോധം തോന്നുവാണ്. എന്തിന്? ഇയാളുടെ ഒരു പെരുമാറ്റത്തോടെ. എന്നിട്ട് ലിൻഡയോട് ചോദിക്കുന്നുണ്ട്, ഇഫ് ഷീ ഈസ് വറീഡ് അബൌട്ട് ഹിം, എന്നെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നുന്നുണ്ടോ എന്നിവൻ ചോദിക്കുന്നുണ്ട്. ഹി നോസ് ഇയാൾ അത്ര ഇയാളുടെ ചിന്താരീതിയൊന്നും ശരിയല്ല എന്ന് ഇയാൾക്കറിയാം. അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് അവളോട്. പക്ഷെ ലിൻഡ റീഅഷ്യൂർസ് ഹിം. ലിൻഡ ഈസ് വെരി ലവിങ്. ലിൻഡ സേസ് ദാറ്റ് കൂടുതലൊന്നും ചിന്തിക്കണ്ട, ടു മച്ച് ഓൺ ദ ബോൾ, ഇങ്ങനെയൊന്നും വറി ചെയ്യണ്ട, ഓക്കെ, വി വിൽ മേക്ക് ഇറ്റ് എന്ന് അവൾ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഹർ അൺവേവറിങ് സപ്പോർട്ട്, ഒരിക്കലും മാറാത്ത അചഞ്ചലമായ അവളുടെ ഒരു സപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുന്നത്. വില്ലി ലിൻഡയെ വിളിക്കുന്നത് ഫൗണ്ടേഷൻ ആൻഡ് സപ്പോർട്ട് എന്നാണ്. തൻ്റെ അടിത്തറയും അതേപോലെ തൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടുമാണ് ആര്? ലിൻഡ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് വില്ലി ഈസ് സോ മച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ഹർ. ലിൻഡ എന്ന് പറയുന്നത് ഈസ് എ സ്റ്റെബിലൈസിങ് ഫോഴ്സ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ലൈഫിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് തന്നെ ലിൻഡയാണ്. കണ്ടിന്യൂവലി കാമിങ് ഹിം ആൻഡ് എൻകറേജിങ് ഹിം ടു റിലാക്സ്. എന്നും അവനൊരു താങ്ങും തണലും ആയിട്ട് നിൽക്കുന്ന ആളാണ് ആര്? ലിൻഡ. ഓപ്റ്റിമിസം ഫോർ ബിഫ്. ബിഫിനെ പറ്റി വില്ലി അങ്ങനെ ഇവളുടെ ഒരു മോട്ടിവേഷൻ ഒക്കെ കൂടെ കൊണ്ട് വില്ലി ഫൈനലി വിചാരിക്കുകയാണ്, എന്ത്? ബിഫിനോട് ഇനി ഒരിക്കലും ഞാൻ തർക്കിക്കാൻ പോവില്ല, അവനും നാളെ വലിയ ആളാവും, ആരെ പോലെ തോമസ് എഡിസൺ അല്ലെങ്കിൽ BF ഗുഡ്രിച്ച്. അതായത് പണ്ട് നമ്മൾ ഈ പ്രശസ്തരായ ആൾക്കാരെ പറ്റി പറയുന്നുണ്ടല്ലോ, അവരെല്ലാവർക്കും ദേ ഓൾസോ ഹാഡ് എ ബിറ്റർ ലൈഫ് എന്നാണ് പറയുന്നത്, ബിറ്റർ പാസ്റ്റ് എന്നതുപോലെ തന്നെയായിരിക്കും ആരും ബിഫും എന്നാണ് ഇദ്ദേഹം പ്രത്യാശിക്കുന്നത്. He despite being directionless, he will eventually find success എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവന് തീരെ ദിശാബോധവും അല്ലെങ്കിൽ ലക്ഷ്യവും ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നീട് അവൻ വിജയത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ആര്? വില്ലി. ആരെ പറ്റിയിട്ട്? ബിഫിനെ പറ്റിയിട്ട്. വില്ലി ക്ലിങ്സ് ടു ദി ഐഡിയ ദാറ്റ് ബിഫ് ഇസ് കേപ്പബിൾ ഓഫ് ഗ്രേറ്റ്നെസ്. അദ്ദേഹം വിചാരിക്കുന്നത് ബിഫ് മോശപ്പെട്ട ഒരു ആളല്ല, ഒരു ചെറുപ്പക്കാരനല്ല, അവൻ വലിയ മഹാനാവാനുള്ള എല്ലാ കഴിവുള്ള ആളാണെന്നും അയാൾ തീർച്ചയായിട്ടും വില്ലിയുടെ ആ ഒരു ലെഗസി, ആ ഒരു പാരമ്പര്യത്തെ കാത്തു നിർത്തും എന്നും അദ്ദേഹം ആശിക്കുകയാണ്. ഇവരുടെ സംഭാഷണത്തിനിടയിൽ
you would have noticed that Linda is trying to comfort him, trying to divert his attention from his worries, അല്ലേ? വിഷമത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി ഇവൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലിൻഡ വില്ലിയോട് പറയുകയാണ്, നമുക്ക് സൺഡേ ഒന്ന് പുറത്തു പോയാലോ എല്ലാവരും കൂടെ, ഒരു ഡ്രൈവ്, ലെറ്റ് us have a drive on Sunday എന്ന് പറയുകയാണ്. അപ്പോൾ വില്ലി again he goes back to his past. In 1928 they owned a ready ചെവി, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറിനെ കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. See, whatever be the present, ഇയാൾ ജീവിക്കുന്നത് എവിടെയാണ്? പാസ്റ്റിലാണ്. He has a mixed feeling of past and present. അതെന്താണ് കാണിക്കുന്നത്? അയാളുടെ ആ ഒരു ഡിറ്റീരിയറേറ്റിംഗ് മെന്റൽ സ്റ്റേറ്റ്, വഷളായിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇദ്ദേഹത്തിന് റിയാലിറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. അയാൾ എന്നും ഏതിലാണ്? പഴയ ഓർമ്മകളിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഈ ചെവി കാറിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അയാൾ ഓർക്കുന്നത് ബിഫിൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയിട്ടാണ്. ബിഫ് എത്രത്തോളം എൻത്യൂസിയാസ്റ്റിക് ആയിരുന്നു, സ്മാർട്ട് ആയിരുന്നു, ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്? പഴയ കാലത്തേക്ക് പോവുക. ഹി ലോങ്സ് ഫോർ ദ പാസ്റ്റ്, പണ്ട് കാലത്തെ പോലെ പോവുക എന്നാണ് ഇദ്ദേഹത്തിന് എന്നും ആഗ്രഹം അതാണ് എന്നാണ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇവരുടെ ആ ഒരു കോൺവെർസേഷനെ പറ്റിയിട്ടാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് നേച്ചർ, അല്ലെങ്കിൽ ലിൻഡയുടെ എങ്ങനെയാണ് സ്വഭാവമെന്നും, അതുപോലെ വാട്ട് ഈസ് എ ഫ്ലൂട്ട്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ആ ഒരു ഫ്ലൂട്ട് മ്യൂസിക്കിൻ്റെ പ്ലേയിങ് ഓഫ് ദ ഫ്ലൂട്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് ഫാദേഴ്സ് ഇൻഫ്ലുവൻസ്, വില്ലിയുടെ അച്ഛൻ്റെ സ്വാധീനമാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വില്ലിയുടെ പണ്ടത്തെ ആ ഒരു സ്വപ്നത്തിൽ വേരൂന്നിയ ആ ഒരു മാനസികാവസ്ഥ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒപ്പം ലിൻഡാസ് കെയർ, യു വുഡ് ഹാവ് ഒബ്സർവ് ദാറ്റ് ഹൗ മച്ച് വില്ലി ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ലിൻഡ, അല്ലേ? ലിൻഡയെ വല്ലാതെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലിൻഡയുടെ കെയർ ഫോർ വില്ലി, അതിൽ പറയുന്നുണ്ട്, വെൻ വില്ലി വാസ് മൂവിങ് ടുവേർഡ്സ് എ ഷെൽഫ്, ഇവൾ പറയുന്നുണ്ട് ചീസ് മിഡിൽ ഷെൽഫിലാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഷി റിമൈൻഡ്സ് ഹിം ടു ബി കെയർഫുൾ ഓൺ ദ സ്റ്റെയർസ്, വീഴണ്ട എന്നവർ കോഷൻ ചെയ്യുന്നുണ്ട് വില്ലീനെ. ഒപ്പം ഹെർ ആക്ഷൻ reflect her love, patience and worry as she attempts to shield Willie from his own growing vulnerabilities. അതായത് വില്ലിയുടെ ഈ ഉള്ളിൽ വരുന്ന കുറേ ചിന്തകൾ, അതേപോലെ അതിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറേ അപകടങ്ങൾ, അതൊക്കെ ഇവൾക്കറിയാം. പക്ഷേ അവൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹത്തോടെയും അതേപോലെ ക്ഷമയോടെയും ഒപ്പം തന്നെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം പുറത്ത് കാണിക്കാതെയും ഷീ കീപ്സ് ഓൺ സപ്പോർട്ടിങ് ആൻഡ് കംഫർട്ടിങ് വില്ലി. So that is the end of the short video on death of the salesman. Hope that you understood the summary of the first part. Okay, thank you so much.